ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ രക്ഷയെക്കുറിച്ചും രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചും പഠിക്കുകയായിരുന്നല്ലോ. അനേക കാര്യങ്ങളെക്കുറിച്ച് കണ്ടു. നാം നമ്മുടെ രക്ഷ ഭദ്രതയാണെന്നുള്ളത് നാം കണ്ടു. നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഏഴാമതായിട്ട് ത്രിയേക ദൈവം നമ്മളോട് കൂടിയുണ്ട്. നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. വേറൊരു ഭാഗവും കൂടെ വായിക്കുക. യോഹന്നാൻ 14-ന്റെ 23-ാം വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇത് ത്രിയേക ദൈവം നമ്മളോടുകൂടെ വാസം ചെയ്യുന്നു, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിന് നമ്മളോട് കൂട്ടായ്മയുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ത്രിയേക ദൈവം നമ്മളോട് കൂട്ടായ്മയുണ്ട് എങ്കിൽ നമ്മുടെ രക്ഷ ഭദ്രതയുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു, ഒന്നാമതായിട്ട് നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുന്നു. മക്കളായി തീരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അനേക പ്രിവിലേജസുകൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് നാം കണ്ടു. രണ്ടാമതായിട്ട് രക്ഷദാനമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. മൂന്നാമതായിട്ട് നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നു എന്ന് നാം കണ്ടു. നാലാമതായിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളിലേക്ക് ആദ്യ ദാനമായിട്ട് വന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അത് നമുക്ക് ലഭിച്ചെന്ന് നമുക്കറിയാം. മാത്രമല്ല നാലാമതായിട്ട് നാം പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതും നാം കണ്ടു. അടുത്തതായിട്ട് ഏഴാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ത്രിയേക ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത്. ഏഴാമതായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. കർത്താവ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. യോഹന്നാൻ 10-ന്റെ 28-ാം വാക്യം. യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്ന അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ദൈവമക്കളെ കർത്താവ് കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാനായിട്ട് ആർക്കും സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. നമ്മളെല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരമ്പുകളിലും പാടങ്ങളിലും അല്ലാത്ത സാധാരണ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ അങ്ങ് വിടും. അവരുടെ ഇഷ്ടപ്രകാരം അവർ കളിച്ച് തുള്ളി ഒക്കെ നമ്മൾ അവരുടെ കൂടെ അങ്ങ് പോകും. എന്നാൽ ഒരു വഴി ക്രോസ് ചെയ്യേണ്ടത് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു പാലം ക്രോസ് ചെയ്യേണ്ട സമയത്തോ നാം നമ്മുടെ മക്കളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ റോഡ് ക്രോസ് ചെയ്യേണ്ട സമയത്ത് ബസ്സുകൾ വരുവാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്കറിയത്തില്ല, അവർ ഓടി അപകടത്തിൽ ചെന്ന് ചാടും, വെള്ളത്തിൽ വീഴുവാനിടയാകും നമ്മൾ പാലം ക്രോസ് ചെയ്യേണ്ട സമയത്ത്. അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിലെല്ലാം നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നാം ക്രോസ് ചെയ്യുകയും പാലം കടക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. ബലഹീനരായ മനുഷ്യർ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിപ്പിക്കാനായിട്ട് ഒരു തരത്തിലും ആർക്കും സാധിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നാം വളരെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഈ പാലം ക്രോസ് ചെയ്യുമ്പോഴും വഴി ക്രോസ് ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യുന്നത്. എങ്കിൽ അങ്ങനെ വെറും ബലഹീനരായ അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞ് എത്ര സുരക്ഷിതമാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ സർവശക്തനായ ത്രിയേക ദൈവത്തിൻ്റെ കൈകളിൽ നാം എത്ര സുരക്ഷിതരാണ് എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ കൈകളിൽ പിടിച്ചിരിക്കുകയാണ്. ആരാണ് ഈ കൈയിൽ പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ നമ്മെ കൈ പിടിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്, ഈ ദൈവം ആരാണ് എന്നുള്ളത് നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48-ന്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇസ്രായേലിൻ്റെ വാക്ക് കേൾക്കാം, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെ ഉളവായി വരുന്നു. നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവിൻ. ഈ നമ്മളെ കൈക്ക് പിടിച്ച ദൈവം അവൻ ആദ്യനും അന്ത്യനും എന്ന് മാത്രമല്ല, എൻ്റെ കൈ ഈ ഭൂമിക്ക് ഈ
ഭൂമണ്ഡലത്തിന് അടിസ്ഥാനമിട്ടവനാണ്. ആകാശത്തെ വിരിക്കുന്നവനാണ്. ഞാൻ വിളിക്കുമ്പോൾ അവ ഒക്കെയും ഉളവായി വരുന്നു എന്ന് കേൾക്കുവാനായിട്ട്. അത്ര സർവശക്തനായ ദൈവമാണ് നമ്മളെ കൈക്ക് പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെശയ്യാവ് 45-ന്റെ 22-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് ആരാണെന്നുള്ളത്. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാൽ മുടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെടുത്തിരിക്കുന്നു. അതെ, ഈ ദൈവം, ഈ ഏക ദൈവമാണ് നമ്മളെ കൈക്ക് പിടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് യെശയ്യാപ്രവചനം 40-ന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ. അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്ന ആലോചന കഴിച്ചത്. ഇതാ, ജാതികൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം കൊണ്ട്, തൻ്റെ ഉള്ളം കൈ കൊണ്ടാണ് ഈ ലോകത്തിലുള്ള വെള്ളം മുഴുവനും അളക്കുവാനായിട്ട് സാധിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ആകാശത്തിലെ പരിമാണമടിക്കുകയും ഭൂമിയുടെ പൊഴി ഒരു നാഴികയിൽ കൊള്ളിക്കുവാൻ ചെയ്യുന്ന കഴിവുള്ള സർവശക്തനാണ് എന്ന് നമുക്ക്. ഇതാ, ജാതികൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെ അവന് തോന്നുന്നു. ഇതവൻ ദ്വീപുകളെ ഒരു മണൽത്തിരിയെ പോലെ എടുത്ത് പൊക്കുന്നു. ലെബാനോൻ വിറകിന് പോരാ, അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നില്ല. സകല ജാതികളും അവൻ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. അവൻ വെറുമയും ശൂന്യവുമായി തോന്നുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഈ കർത്താവാണ് പ്രിയ സഹോദരിമാരെ നമ്മെ കൈക്ക് പിടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത്ര സർവശക്തനായ ദൈവമാണ് നമ്മളെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്ന എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തിനേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യ സ്വന്തം പാവങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാവങ്ങൾക്കായും ദിനംപ്രതി കഴിപ്പാൻ ആവശ്യമില്ലാത്ത ഈ ദൈവം, ഈ കർത്താവ്, സർവശക്തനായ ദൈവം, ആ ദൈവം പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, വിശുദ്ധനാണ്, പാപികളോട് വേർവിട്ടവനാണ്. ആ കർത്താവാണ് നമ്മളെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അവൻ എങ്ങനെയുള്ള കർത്താവാണ്? അവൻ പാപികളായ നമ്മളോട് സഹതാപം തോന്നുന്ന കർത്താവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പാപം വന്നു പോയെങ്കിലും നമ്മളോട് ക്ഷമിക്കുന്നവനാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാപ്രവചനം 42-ന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തു കളയില്ല, അവൻ സത്യത്തോടെ ന്യായം വിധിക്കും. ഇത്ര സ്നേഹവാനായ കർത്താവാണ് നമ്മളെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ, കുറ്റങ്ങൾ വന്നാൽ നമ്മളെ നശിപ്പിച്ചു കളയുന്ന കർത്താവല്ല, സ്നേഹത്തോടെ നമ്മളെ കൈക്ക് പിടിച്ച ചതഞ്ഞ ഓട ഓടിച്ചു കളയാത്ത കർത്താവാണ് നമ്മോട് കൂടി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യത്തിൽ നാം കാണുന്നത്, 26, 26, 27, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടുപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുന്നേറേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആ കർത്താവ്, നമ്മളെ രക്ഷിച്ച കർത്താവ്, നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മെ വിശുദ്ധിയായിട്ട് അവിടെ നിർത്തുവാനാണ്. ആ കർത്താവാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്! നമ്മുടെ കൈക്ക് കർത്താവാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ഭയപ്പെടാതെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. യെശയ്യാവ് 40-ാം അധ്യായത്തിൻ്റെ 10-11 പറയുന്ന, യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ഒരിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞുങ്ങളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളുകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. അതേ, നമ്മെ പിടിച്ചിരിക്കുന്ന കർത്താവ് സർവശക്തനായ ദൈവമാണ്.
അവൻ വല്ലഭത്വമുള്ളവനാണ്. എന്നാൽ അവൻ ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്ന കർത്താവാണ് നമുക്കുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിന് പ്രസാദമുള്ളവരായിട്ട് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ കെടുക്കാതെ, പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരായിട്ട് നമ്മുടെ ത്രിയേക ദൈവം നമ്മിൽ വാസം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ രക്ഷ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. നമ്മുടെ രക്ഷ ഭദ്രതയുള്ളതാണ് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ.